ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ ശക്തമായ തിരിച്ചടി. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിചരണമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയിലേക്ക് നീങ്ങി. ഇന്ന് പുലർച്ചെ 1:05 മുതൽ 1:30 വരെ നീണ്ടുനിന്ന ഓപ്പറേഷനിൽ പാകിസ്ഥാനും പാക് അധീന കാശ്മീരിലുമായി ഉള്ള 9 ഭീകര ക്യാമ്പുകളാണ് ലക്ഷ്യമാക്കിയത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനപ്രകാരമാണ് 70ഓളം ഭീകരർ കൊല്ലപ്പെട്ടതും 60-ൽ അധികം പേർക്ക് പരിക്കേറ്റതും. ലക്ഷ്യം ഭീകരസംഘടനകളായ ജയ്ഷ് മുഹമ്മദ്, ലഷ്കർ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയുടെ ക്യാമ്പുകളായിരുന്നു. പുതിയ ചരിത്രം കുറിച്ച് വനിതാ സൈനിക ഓഫീസർമാർ. ഈ ഓപ്പറേഷന്റെ ഔദ്യോഗികമായ വിശദീകരണ യോഗം നയിച്ചത് 2 വനിതാ ഉദ്യോഗസ്ഥരായിരുന്നു. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. കേണൽ സോഫിയ ഖുറേഷി സിഗ്നൽ കോർപ്സിലെ അംഗവും UN പീസ് കീപ്പിംഗ് മിഷനുകളിലും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള പ്രഗത്ഭ ഉദ്യോഗസ്ഥയുമാണ്. വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഇന്ത്യൻ വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റാണ്. തീവ്രമായ സ്ഥലങ്ങളിലും ദുരിതാശ്വാസ മിഷനുകളിലും പങ്കുവഹിച്ചിട്ടുണ്ട്. സിന്ദൂർ എന്ന പേര് നൽകിയത് പിന്നിലെ അർത്ഥം. സിന്ദൂർ എന്ന പേര് സംസ്കാരപരമായി പ്രാധാന്യമുള്ളതും ഹൃദയസ്പർശിയായതുമാണ്. വിവാഹിതയായ സ്ത്രീകൾ തലപ്പാതിയിൽ ഇടുന്ന സിന്ദൂരത്തെയാണ് ഈ പേരിലൂടെ സൂചിപ്പിക്കുന്നത്. ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാരുടെ ദുഃഖത്തെയും അവരുടെ ധൈര്യത്തെയും പ്രതിനിധീകരിക്കുന്നതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രതിരോധ ശൃംഖലയുടെ ആധികാരികതയും വനിതാശക്തിയുടെ ഉയർന്ന പ്രതിനിധിത്വവുമാണ് ഈ ഓപ്പറേഷൻ വെളിപ്പെടുത്തുന്നത്.